ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വലിയ ഒരാഘോഷം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിലൂടെ നിവർത്തിക്കപ്പെടുമ്പോൾ ആ വലിയ ആഘോഷത്തിൽ നാമും പങ്കുചേരുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് വലിയ ഒരു ആഘോഷത്തിൻ്റെ ഒരുക്കത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൻ്റെ ബെത്ലഹേമിൽ ജനിച്ച ആ ശിശുവിൻ്റെ ജനനം പലർക്കും സന്തോഷവും പ്രത്യാശയും ആഹ്ലാദവും നൽകി. എന്നാൽ വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ആ യേശുക്കുഞ്ഞിൻ്റെ ജനനം ഭയവും ഉത്കണ്ഠയും ആകുലതകളും ഉണ്ടാക്കി. ഇന്ന് നമ്മളുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് 2 വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ 1-2 കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയായ ബേത്ലഹേമിൽ ജാതനായ ശേഷം കിഴക്ക് നിന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ യെരുശലേമിൽ ചെന്ന്, ജാതനായ യഹൂദന്മാരുടെ രാജാവ് എവിടെയാകുന്നു? എന്തെന്നാൽ അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് ദിക്കിൽ കണ്ടു, അവനെ വന്ദിപ്പാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട് ഹെരോദോസ് രാജാവും അവനോടുകൂടെ യെരുശലേം മുഴുവനും പരിഭ്രമിച്ചു. അവൻ സകല പ്രധാനാചാര്യന്മാരെയും ജനത്തിൻ്റെ ശാസ്ത്രാധ്യാപകരെയും വിളിച്ചുകൂട്ടി അവരോട് മശിഹ എവിടെയായിരിക്കും ജനിക്കുക എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യഹൂദിയായിലെ ബേത്ലഹേമിൽ. ആ ഭാഗങ്ങൾ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെറോദോസ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ട ഏത് കാലത്താണെന്ന് അവരിൽ നിന്ന് ഗ്രഹിച്ചു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ച് അവരോട്, നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് താല്പര്യത്തോടെ അന്വേഷിക്കണം. കണ്ടെത്തിയാൽ ഞാനും പോയി അവനെ വണങ്ങേണ്ടതിന് നിങ്ങൾ എന്നെ അറിയിക്കണം. രാജാവിൽ നിന്ന് കൽപ്പന ഇത് കേട്ടതിന് ശേഷം അവർ പുറപ്പെട്ടു. തുടർന്ന് നമ്മൾ ആ ഭാഗങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മൂറും കുന്തിരുക്കവും കാഴ്ചയായി സമർപ്പിച്ചു. ഹെറോദോസിൻ്റെ അടുക്കലേക്ക് തിരികെ പോകരുതെന്ന സ്വപ്നത്തിൽ അവർക്ക് ദർശനമുണ്ടായി. മറ്റൊരു വഴിയെ അവർ ദേശത്തേക്ക് തിരികെ പോയി. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യൗസേഫിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോവുക. ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ താമസിക്കുക. എന്തെന്നാൽ ശിശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹെറോദോസ് അന്വേഷിപ്പാനിരിക്കുകയാണ്. ഈ വേദഭാഗം നമ്മളിത് പല പ്രാവശ്യം പ്രത്യേകിച്ച് ക്രിസ്തുമസിൻ്റെ ദിവസങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മീഖാപ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ വിമോചകനായ ആ രക്ഷകൻ ജനിക്കുന്നത് ബേത്ലഹേമിലാണെന്ന് മീഖാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ടാണ് മശിഹ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇവരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നത്. ഈ ഹെറോദോസ് രാജാവിൻ്റെ താല്പര്യം യേശുക്രിസ്തു എവിടെ ജനിച്ചു എന്നവരോട് ചോദിക്കുന്നത്, ഈ ഹെറോദാവിനെക്കുറിച്ച് നമ്മൾ അല്പം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലൂടെയാണ് എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുന്നത്. ഹെറോദ് ഗ്രേറ്റ് എന്ന് പറയുന്ന ഹെറോദ് അനേക രാജാക്കന്മാരുണ്ട്. ജസീഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ പറയുന്നത് BC 4-ാം നൂറ്റാണ്ടിൽ മരിച്ച ഹെറോദ് ഗ്രേറ്റ്. അദ്ദേഹത്തെക്കുറിച്ച് മഹാൻ എന്ന് പറയുന്നുണ്ട്. യഹൂദന്മാരുടെ അല്ലെങ്കിൽ യെരുശലേം ദേവാലയം പണിതത് ഇദ്ദേഹമാണ്. എന്നാൽ ചരിത്രത്തിൽ ഈ ഹെറോദോസിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഇത്രയും ക്രൂരനായൊരു മനുഷ്യനെ ഒരുപക്ഷെ ചരിത്രത്തിൽ വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. തൻ്റെ ഭാര്യയെ അദ്ദേഹം കൊന്നു, അമ്മയെ കൊന്നു, മൂത്ത മകനായ അന്തിപ്പേറ്ററെ കൊന്നു, 3 മക്കളെ കൊന്നു. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് പറയുന്നത് ഹെറോദോസിൻ്റെ മക്കളായി ജനിക്കുന്നതിനേക്കാൾ അവൻ്റെ പന്നിയായിട്ട് ജനിക്കുന്നതായിരിക്കും സുരക്ഷിതമെന്ന്
അതുകൊണ്ടാണ് ഹെരോദോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം തൻ്റെ അധികാരത്തിന്, തൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം വരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ഭീഷണി വരുന്നു പറഞ്ഞാൽ അവരെ എല്ലാം ഇല്ലായ്മ ചെയ്ത് കളയുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഹെരോദോസിനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവ് എവിടെ ജനിച്ചു എന്ന് അവൻ ആകാംക്ഷയോടുകൂടെ അന്വേഷിക്കുകയാണ്. മാത്രമല്ല, ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ജ്ഞാനികളായി ഈ 3 പേരെ വിളിപ്പിച്ചിട്ട് അവരോട് ഹെരോദോസ് പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴാണ് നിങ്ങൾ ആ നക്ഷത്രം കണ്ടത്? അത് കണ്ട സമയം, അതിൻ്റെ കാരണം എന്താണെന്ന് പിന്നീട് എന്നുള്ള വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി അവനെ വന്ദിച്ച് തിരിച്ച് വന്ന് എന്നോട് പറയണത് എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എനിക്കും പോയി അവനെ നമസ്കരിച്ച് വന്ദിച്ച് അവനെ ആരാധിക്കണം. ജ്ഞാനികൾ അവിടേക്ക് പോയി. അവർ പോയി അവിടെ ചെന്ന് നമ്മൾ വായിച്ച് കേട്ടതുപോലെ ശിശു നിന്ന സ്ഥലത്ത് നക്ഷത്രം നിന്നു. ആ കുഞ്ഞിനെ കണ്ടു. യേശു കുഞ്ഞിനെ അവർ വന്ദിച്ച്, പക്ഷേ അവരോട് പറഞ്ഞു തിരിച്ച് ഹെരോദോസിൻ്റെ അടുക്കിലേക്ക് ആ വഴിയിലൂടെ പോകരുത്, വേറെ വഴിയിലൂടെ. നക്ഷത്രം അവരെ മടക്കി അയക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ആ വഴിക്ക് പോകരുതെന്നുള്ളതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഹെരോദോസിനെക്കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ ഉടനെ പ്രത്യക്ഷനായി, യൗസേഫിന് പ്രത്യക്ഷനായി. ഉടനെ ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് പോവുക. ഹെരോദോസ് കുഞ്ഞിനെ കൊല്ലാൻ ആലോചിക്കുന്നു. വന്ദിക്കാൻ ഇതിൽ വരാൻ പറഞ്ഞവനാണ്. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ മാലാഖ പറയുകയാണ്, കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആലോചിക്കുകയാണ്. ബേത്ലഹേമിലെയും 16-ാമത്തെ വാക്യം പിന്നീട് ഹെരോദോസ് ചെയ്തതിനെക്കുറിച്ചാണ്. ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 വയസ്സും അതിൽ താഴെയുമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ അവൻ കൽപ്പനയിടുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഹെരോദോസ് കൊന്നത് ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ യേശു കുഞ്ഞിനെ ഇവൻ കാണണമെന്നും ഹെരോദോസ് ആ കുഞ്ഞിനെ എനിക്ക് വന്ദിക്കണമെന്നും നിങ്ങൾ തിരിച്ചു വരുന്ന വഴി ഇവിടെ വന്ന് എന്നോടത് പറയണമെന്നും ഇവർ പറയുമ്പോൾ, ഹെരോദോസ് പറയുമ്പോൾ, ഈ വ്യക്തിത്വമാണ് ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ ഹെരോദോസിൻ്റെ വാക്കുകൾ വളരെ മനോഹരവും വളരെ സന്തോഷകരവും, അവൻ്റെ ആ പ്രകടനമെല്ലാം യേശു കുഞ്ഞിനെ വന്ദിച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ അകത്തുള്ള കപടത, അതാണ് പിന്നീടുള്ളതായ പ്രവർത്തികളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന, അവൻ്റെ പ്രവർത്തനത്തിലൂടെ അവൻ വെളിപ്പെടുത്തിയതും അതുതന്നെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുമസിൻ്റെ നാളുകളിൽ സ്വയമായിട്ട് നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ, യേശു തമ്പുരാനെ കുഞ്ഞിനെ വണങ്ങുവാൻ, ലോകരക്ഷിതാവിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഹേരോദാവിൻ്റെ വഴികൾ, ഈ കപടതയുടെ മുഖങ്ങൾ ഇന്ന് സമൂഹത്തിലും നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലെല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമല്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹെരോദാവിൻ്റെ ഭാഷ തന്നെ ആരാധനയുടെ ഭാഷയാണ്. അവനെ പോയി എനിക്ക് വന്ദിക്കണം. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇത് കുഞ്ഞുങ്ങളുടെ പെരുന്നാളാണ്. ഒരു കുഞ്ഞിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ലോകരക്ഷിതാവായ ദൈവം ഒരു കുഞ്ഞായി, ശിശുവായി ജനിച്ചതിൻ്റെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും നമ്മുടെ യുവതലമുറയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മീയതയുടെ, ആരാധനയുടെ ഭാഷയിൽ ഇന്ന് അനേക വഞ്ചനകളും കപടതകളും നടക്കുകയാണ്. 1964 രൂപം കൊണ്ട, അമേരിക്കയിൽ രൂപം കൊണ്ടതായ ഒരു ആൻറ്റൺ ലവേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രൂപം കൊടുത്തൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് സാത്താന്യ സഭ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സാത്താന്യ സഭ. അതിൽ 1969 ഒരു വേദപുസ്തകം, സാത്താന്യ വേദപുസ്തകമുണ്ടാക്കി. കറുത്ത കുർബാന, നമ്മുടെ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും എല്ലാം അടിസ്ഥാനമായ ആത്മീയ ജീവനും സമാധാനവും നീതിയും പ്രത്യാശയും, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഈ ലോകത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന, അവൻ്റെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതിന് ഘടകവിരുദ്ധമായി ഈ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് മരണവും അനർത്ഥവും ദുരന്തവും നിരാശയും ആത്മഹത്യയും ലൈംഗികതയും വ്യഭിചാരവും ലഹരിയും അക്രമവും, ഇതെല്ലാമാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെന്ന് പറയുന്നത്. സ്വന്തം രക്തം കൊണ്ട് സമ്മതപത്രം എഴുതി കൊടുക്കണം അതിനകത്ത് അംഗങ്ങളായി തീരണമെങ്കിൽ. ഓപ്യവും അതുപോലെ രക്തവും ചേർത്തതാണ് വെൽക്കം ഡ്രിങ്ക് ഇതിനകത്ത് വരുമ്പോൾ. കുഞ്ഞുങ്ങളെയും
യുവതി യുവാക്കളെയും ആരാധനയുടെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ആകർഷിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രസ്ഥാനം ഇത് യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലുമാണ് ഇത് ഉള്ളതെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ 1-2 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി, അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ ഷെയർ ചെയ്തതായി, നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ അടുത്ത ഒരു പട്ടണത്തിൽ ഇതിൻ്റെ വേരുകൾ ഊന്നി ആ കുഞ്ഞിതിനകത്ത് പെട്ടുപോയി. അവിടെ ചെന്ന് പെട്ടുപോയതിന് ശേഷം നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ ജീവിച്ച് നല്ലൊരു കുടുംബത്തിലെ കുഞ്ഞായിരുന്നു. അവസാനം മദ്യവും മയക്കുമരുന്നും മാനസിക രോഗത്തിൻ്റെ തലവരെ എത്തി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി അവസാനം രക്ഷപ്പെട്ടു പോരാനായിട്ട് ആ കുഞ്ഞ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ആ കൂട്ടായ്മയിലൂടെ ചേർന്ന് ജീവന് ഭീഷണിയാണ്. അത് ഓരോ ദിവസവും ഈ ഭീഷണിയിൽ ഇങ്ങനെ ഈ ആകുലതയിൽ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുക്രിസ്തുവാകുന്ന രക്ഷിതാവും കർത്താവുമായവൻ ഈ ലോകത്തിൽ നമ്മുടെ രക്ഷകനായി വന്ന് നമുക്ക് ജീവനും രക്ഷകനുമായിട്ട് വന്ന് ആ രക്ഷകനായ തമ്പുരാനെ ആരാധിച്ച് വന്ദിക്കുവാൻ ദൈവം നമുക്ക് ആ വലിയ രക്ഷയുടെ മാർഗം തുറന്നു തന്നിരിക്കുമ്പോൾ ഇതുപോലെയുള്ളതായ മനുഷ്യനെ, പ്രത്യേകിച്ച് യുവത്വത്തെ ആകർഷിക്കുന്ന അവരുടെ വികാരങ്ങൾക്കും അവരുടെ ആ യുവത്വത്തിൻ്റെ തിളപ്പിനെയുമെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് കുരുന്നിലെ അല്ലെങ്കിൽ മുളച്ചു വരുന്നതിന് മുൻപ് തന്നെ കരിച്ചു കളയുന്ന ഇതുപോലുള്ളതായ കപട ആത്മീയതകളെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ഈ സമീപകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ കപട മുഖങ്ങൾ, ഹെറോദ മുഖങ്ങളെന്ന് പറയുന്നത്, അടുത്ത നാളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ പേരൻസുമായിട്ട് സംസാരിച്ചു. ആ കുഞ്ഞിന് ചാറ്റ് ഫ്രണ്ട്, മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ടൊരു ചാറ്റ് ഫ്രണ്ട്, ആ ബന്ധം വളർന്നു, വീട്ടുകാരറിഞ്ഞില്ല. അവസാനം ആ കുഞ്ഞിനെ കൊണ്ടുപോയി 6 പേർക്ക് കാഴ്ചവെച്ച് ആ കുഞ്ഞൊരു മാനസിക വിഭ്രാന്തിയുടെ അവസ്ഥയിലായ ഒരു ഹൃദയഭേദകമായ ഒരനുഭവം ഒരു കുടുംബം പങ്കുവെക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുപോലെ തന്നെ അടുത്ത ദിവസം ഞാൻ കണ്ട ഷോയിൽ ഒരു പെൺകുട്ടി പങ്കുവച്ച ഒരനുഭവം നമ്മുടെ കുഞ്ഞുങ്ങളും യുവാക്കളും യുവതികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മൊബൈൽ ഫോൺ നന്നാക്കാനായിട്ട് കൊണ്ടുപോയി കൊടുത്തു. മൊബൈൽ ഫോൺ നന്നാക്കിക്കൊണ്ട് തിരിച്ചു കിട്ടി. പക്ഷേ അധിക ദിവസം കഴിയുന്നതിന് മുൻപ് ഒരു മെസ്സേജ്, ആ കുട്ടിയുടെ തന്നെ ചില ചിത്രങ്ങൾ, അതിൻ്റെ തല മാത്രം വെച്ച് ശരീരം വേറെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് അശ്ലീലകരമായ ചില പടങ്ങൾ, അന്ന് മുതൽ ഭീഷണി തുടങ്ങി. അവസാനം ആ പെൺകുട്ടി അത് കേട്ട് കഴിഞ്ഞാൽ അത് വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, ആ സെക്സ് റാക്കറ്റിൻ്റെ വലയിൽ ചെന്ന് പെട്ട് അതിനിരയായിത്തീർന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കപടതയുടെ ഹേരോദ്യ മുഖങ്ങൾ ഒത്തിരി ഇന്ന്, പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ, കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മദ്യവും മയക്കുമരുന്നും തുടങ്ങിയതായ ഹേറോദാസിൻ്റെ തന്ത്രങ്ങൾ പോലെ ഇതുപോലെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും യുവതികളെയും എല്ലാം നശിപ്പിക്കുന്ന ഇതുപോലെ ഉള്ളതായ ആത്മീയതയുടെ മുഖങ്ങളും കപടതയുടെ മുഖങ്ങളും എല്ലാം, അതുപോലെ തന്നെ ആകർഷകമായ രീതിയിൽ ഉള്ളതായ ജീവിത സരണികൾ നമ്മൾ കാണുമ്പോൾ പ്രത്യേകമായി നാം ശ്രദ്ധിച്ച് കരുതലോടുകൂടെ ജീവിക്കണം. അവിടെ മാതാപിതാക്കളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും മക്കൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കും. പണം കൊടുത്ത് അവർ ചോദിക്കുന്ന സാധനങ്ങൾ മാത്രമെല്ലാം കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് പകരമാവുകയില്ല. മറിച്ച് സ്നേഹം കൊടുക്കേണ്ടിടത്ത്, വിശ്വാസം കൊടുക്കേണ്ടിടത്ത്, ആത്മീയത കൊടുക്കേണ്ടിടത്ത്, അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും അത് പങ്കുവെക്കേണ്ടിടത്ത് അതിന് സമയം കണ്ടെത്തണം. ഒരുമിച്ച് കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം അതൊരുമിച്ച് വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥിപ്പിക്കാൻ, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് മക്കളെ വിളിച്ചിരുത്തി, ഭാര്യയും ഭർത്താവും മക്കളുമായി ഒരുമിച്ചിരുന്ന് ആ കുഞ്ഞിൻ്റെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കൊച്ചാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും അവൻ്റെ ആ മുഖത്തെ വാട്ടമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ, മക്കൾക്ക് വീട്ടിൽ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പങ്കുവെക്കാൻ ഞാൻ പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട്. വളരെ വേദനയോടെ പറയട്ടെ, പല കുഞ്ഞുങ്ങൾക്കും വീടുകളിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും
ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ, അപ്പൻ്റെ മദ്യപാനം മൂലം പല വീടുകളിലും നമ്മൾ കാണാറുണ്ട്. നൊന്ത് കഴിയുന്ന കുഞ്ഞുങ്ങൾ, അമ്മയുടെ ജീവിതത്തിലെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെ മക്കൾക്ക് അവരുടെ സ്നേഹവും കരുതലും അവർക്ക് മനസ്സ് തുറക്കാൻ ഉള്ള അനുഭവങ്ങളും വീട്ടിൽ നിന്നുണ്ടായില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ സ്നേഹം തേടി പലതിനെയും അന്വേഷിക്കും. അതുകൊണ്ട് കുടുംബം പ്രാർത്ഥനയുടെ, ഐക്യത്തിൻ്റെ, മക്കൾക്ക് മാതാപിതാക്കളുടെ ജീവിതം മാതൃകയായി പകർത്തിയെടുക്കാൻ പറ്റുന്ന ആ സ്വർഗഭവനമായിട്ട് മാറിക്കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിടത്തും പോവുകയില്ല, നശിച്ചു പോവുകയില്ല. വീട്ടിൽ സ്നേഹം കിട്ടാതെ വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാതെ. അപ്പോഴാണ് കപടയാത്മീയതയും, പ്രാർത്ഥനയില്ല, ദൈവത്തെ അറിയില്ല, ആരാധനയില്ല. അപ്പോൾ എവിടെയെങ്കിലും കാണുന്നതിലേക്ക് പോകുവാനുള്ള ത്വര കൂടും. തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ, കേൾക്കാൻ അപ്പനും അമ്മയ്ക്കും സമയമില്ലാതെ വരുമ്പോൾ അത് വേറെ കൂട്ടുകാരിലേക്ക്, അത് ചെന്നപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കായിരിക്കും. ഇതുപോലെ കപടതയുടെ മുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ പെരുകി വരുമ്പോൾ അവിടെ നമ്മൾ കരുതലോടെ ജീവിക്കണം. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഹെറോദോസിൻ്റെ വഴികളെ തിരിച്ചറിയാൻ മക്കൾക്ക് സാധിക്കണം. അപ്പൻ്റെയും അമ്മയുടെയും ആ വേദനകളും അവരുടെ ജീവിതത്തിലെ അവരുടെ നന്മകളും അവർ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ വിലയറിയാൻ മക്കൾക്ക് സാധിക്കണം. ഈ അടുത്തയിടയ്ക്ക് എന്നെ വളരെ സ്പർശിച്ച ഒരു കഥ വായിച്ചു. അതിനകത്തൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നല്ലതുപോലെ പഠിച്ച് ഡിഗ്രി എടുത്ത് ഉന്നതമായൊരു തലത്തിൽ എത്തി. എന്നാൽ അവനൊരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ടെസ്റ്റുകളും ഭംഗിയായിട്ട് പാസ്സായി, ഇൻ്റർവ്യൂവും മനോഹരമായിട്ട് പാസ്സായി. അവസാനം ആ ഇൻ്റർവ്യൂ ചെയ്തയാൾ ആ മനുഷ്യനോട് പറഞ്ഞു, എല്ലാം വളരെ, നിൻ്റെ സബ്ജക്റ്റ് വൈസ് നീ എക്സലൻ്റ് ആണ്, നിൻ്റെ പെർഫോമൻസ് വളരെ മനോഹരമായിരിക്കുന്നു, എന്നാൽ നാളെ ഒരു സംഗതി കൂടെ ബാക്കിയുണ്ട്. അവനോട് ചോദിച്ചു, നിനക്ക് ഇത്രയും പഠിക്കാനായിട്ട് ഇത്രയും നല്ലൊരു ചിലവ് വന്ന് കാണുമല്ലോ, ഈ പണം എവിടെ നിന്ന് കണ്ടെത്തി? നിൻ്റെ മാതാപിതാക്കൾ അത്രമാത്രം സമ്പന്നരാണോ? അല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണോ പഠിച്ചത്? അല്ല. ആരെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഇത്രമാത്രം പണം ചിലവഴിച്ച് നിനക്ക് പഠിക്കാൻ സാധിച്ചത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയാണ്. അപ്പോൾ ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് എന്താ പണി? എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മയാണ് എന്നെ വളർത്തുന്നത്. അമ്മയ്ക്ക് എന്താ പണി? അമ്മ പല വീടുകളിലെ തുണി അലക്കി ജീവിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ്റർവ്യൂ ചെയ്തയാൾ പറഞ്ഞു, ഇനി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളെ വരുമ്പോൾ ഇന്ന് വൈകിട്ട് ചെന്ന് നിൻ്റെ അമ്മയുടെ കൈയൊന്ന് നല്ലതുപോലെ സോപ്പിട്ട് കഴുകി നീ അത് തുടച്ചിട്ട് നാളെ വരണം. വളരെ വിചിത്രമായ ഒരു അനുഭവമായിട്ട് ആ ചെറുപ്പക്കാരന് തോന്നി. ഒത്തിരി ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ അന്ന് തിരിച്ചുപോയി ആദ്യമായിട്ടാണ് അമ്മയുടെ അനേക വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ അടുത്തുനിന്ന് ചെന്ന് മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിന്ന് ഇൻ്റർവ്യൂ എല്ലാം വളരെ അനുഗ്രഹമായിട്ട് കഴിഞ്ഞു, പക്ഷെ നാളെ ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഇന്ന് അമ്മയുടെ കൈ ഒന്ന് കഴുകണം. അപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായി, എൻ്റെ മോനെ, നീ എന്താ ഈ പറഞ്ഞ അമ്മയുടെ കൈ നീ കഴുകാണ്? എന്താ അങ്ങനെ കഴുകാനുള്ള കാരണം? ഇന്ന് അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു വിട്ടു, ഇന്ന് അമ്മയുടെ കൈ കഴുകി തുടച്ച് നാളെ വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആദ്യമായിട്ടത് അമ്മയുടെ കൈ തൻ്റെ കൈകളിലെടുത്തു. വെള്ളമൊഴിച്ച് സോപ്പിട്ട് കഴുകാൻ നേരത്ത് ആ വെള്ളത്തോടൊപ്പം ആ കയ്യിൽ നിന്ന് ചോരയും വരികയാണ്. ആ മകൻ തുടച്ചു ആ തുണിയിൽ ചോര. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആ മകനെ പഠിപ്പിച്ച് അവന് വേണ്ടി ജീവിച്ച അമ്മ ആ കൈകൾ വിണ്ട് പൊട്ടിയിരിക്കുകയാണ്. ആ മകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീണു. ആ മനുഷ്യൻ തിരിച്ചു ചെന്നു. പിറ്റേ ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പഠിച്ചു, പക്ഷെ അങ്ങനെ ഒരു വലിയ കാര്യം പഠിപ്പിച്ചു. എൻ്റെ അമ്മയുടെ ജീവിതം, എൻ്റെ അമ്മയുടെ ത്യാഗം, ആ കരങ്ങൾ വിണ്ട് കീറി എന്നെ വലിയവനാക്കാൻ വേണ്ടി ആ ത്യാഗം, അതാണ് ഞാനെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന്. അനുഗ്രഹിക്കപ്പെട്ടവർ, എനിക്കെൻ്റെ കുഞ്ഞുങ്ങളോട്, യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങളെപ്പോലെ മോഡേണായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവരായിരിക്കില്ല, പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, അവരെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന
അപ്പൻ്റെയും അമ്മയുടെയും അവരെ ചെറുതായിട്ട് കാണാതെ ഇന്ന വഴികളിലൂടെ പോകുവാൻ അവർ പറയുമ്പോൾ, മക്കളെ ഇന്നതാണ് ശരിയെന്ന് പറയുമ്പോൾ ഹേരോദ്യ വഴികളിലേക്ക് അവർ വിടില്ല മക്കളെ. അവർ വിടുന്നത് നന്മയുടെ പാതയിലൂടെയായിരിക്കും. ദൈവത്തിൻ്റെ മാലാഖ ആ ജ്ഞാനികളായവരോട് പറഞ്ഞു, നിങ്ങൾ വഴിമാറിപ്പോകണം. ഇന്ന് ഈ ക്രിസ്തുമസ് ആഘോഷം നമുക്കൊത്തിരി സാധ്യതകളുടെ ലോകമാണ്. നന്മയുടെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ ഒത്തിരി സാധ്യതകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ ചതിവിൻ്റെയും വഞ്ചനയുടെയും വക്രതയുടെയും അനേക സ്വാധീനിക്കുവാനുള്ള മറ്റു വഴികളുമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ സത്യവും നീതിയും സമാധാനവും സ്നേഹവും കരുണയും പ്രത്യാശയുമായി, അതാണ് ആ ശിശു എന്ന് പറയുന്നത്. ആ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളോട് ചേർത്ത് നിർത്തി ആ ജ്ഞാനികളായവർ ഹേരോദ്യ വഴികളിലൂടെ തിരിച്ചു പോകാതെ നന്മയുടെ ആ വഴികളിലൂടെ തിരിച്ചു പോകുന്നത് പോലെ നമുക്ക് ഈ ക്രിസ്തുമസിൽ ഒരു തിരിച്ചറിവും നന്മയുടെ പാതകളിലൂടെ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും നല്ല വഴികളിലൂടെ, കപടതയുടെ കുറുക്കു വഴികളല്ല, മറിച്ച് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ജീവിതശൈലി നമ്മുടെ കർത്താവായ യേശു തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആ ജ്ഞാനികളെപ്പോലെ അവനെ ദർശിച്ച് ആ സന്തോഷത്താൽ ആനന്ദത്താൽ നിറഞ്ഞ് സ്വർഗീയ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബേത്ലഹേമിൽ ജനിച്ച ആ ശിശു അനേകർക്ക് പ്രത്യാശയും സമാധാനവും സാന്ത്വനവും ഇന്നും കോടാനുകോടികളുടെ ഹൃദയങ്ങളിൽ ഇന്ന് ജീവിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുകയും ആ സമാധാനം മറ്റുള്ളവരിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ആ നന്മയുടെ പ്രതീകമായ തമ്പുരാനെ മറ്റുള്ളവർക്ക് ദർശിക്കുവാനും നമ്മുടെ ജീവിതമുഖാന്തരമായി തീരട്ടെ, അതിനുള്ള ആഘോഷമായി തീരട്ടെ ഈ പെരുന്നാളെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശാലേം TV പ്രേക്ഷകർക്കും നന്മയും സമൃദ്ധിയും സമാധാനവും സ്വർഗീയ കൃപകളും പ്രത്യാശയും നിറഞ്ഞ തിരുജന്മ പെരുന്നാൾ ആഘോഷിക്കുന്നു. ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ഒരു പുതുവർഷവും എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൂരെ ദൂരെ മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി